സീസണിലെ ഒന്നാമത്തെ എപ്പിസോഡാണ്. ഒരുപാടധികം ഫാൻ ബേസ് ഉള്ള ഒരു ആനിമെയാണ് ടോക്കിയോ റിവെഞ്ചേഴ്സ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് ഈ സീരീസിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഓരോ ക്യാരക്ടേഴ്സിന്റെയും ലുക്ക്, അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ കോസ്റ്റ്യൂം എല്ലാം ഒന്നിനൊന്നിന് മെച്ചമാണ്. പിന്നെ ഇതൊരു ഗാങ്സ്റ്റർ സ്റ്റോറി ആണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ഇതൊരു കിടിലൻ ലവ് സ്റ്റോറിയാണ്. എന്തായാലും കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കാണ്ട് നേരെ എപ്പിസോഡിലോട്ട് പോവാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോക്ക് ലൈക്ക് ചെയ്തില്ലെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക. അടുത്ത എപ്പിസോഡ് എപ്പോഴാണ് അപ്ലോഡ് ആക്കേണ്ടതെന്ന് ടൈം അടക്കം താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ മൂവിലോട്ട് പോകാം. എപ്പിസോഡ് തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ കഥാനായകന്റെ വീടാണ്. വളരെയധികം അലങ്കോലമായിട്ട് കിടക്കുവാണ് ആ വീട്. ടിവിയിൽ ഇപ്പോ വെതർ റിപ്പോർട്ട് എല്ലാം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ടിവിയിൽ ഒരു ന്യൂസ് വരുന്നു. പ്രധാനപ്പെട്ട വാർത്തകൾ. ഇന്ന് രാവിലെ ടോക്കിയോ സിറ്റിയിൽ വെച്ച് നടന്ന ബസ് ആക്സിഡന്റിൽ 2 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. ടാച്ചിബാന, ഹീനട്ടോ ടാച്ചിബാന എന്നിവരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് ടോക്കിയോയിലെ മാഞ്ചി ഗ്യാങ്സുകാരനാണ് ആക്സിഡന്റ് നടന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അവരെന്ത് പേരാ പറഞ്ഞ്? ഹീനട്ടോ ടാച്ചിബാന, അവളാണോ അത് എന്ന് പറഞ്ഞ് അവൻ അന്തം വിട്ടു നിൽക്കുവാണ്. സോ അവിടെ വെച്ച് ടോക്കിയോ റിവെഞ്ചേഴ്സ് എന്ന ഈ സീരീസ് ആരംഭിക്കുന്നു. കുരുത്തം കെട്ടവനെ, എടാ ഡോർ തുറക്കടാ, നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അതിന്റെ വോളിയം ഒന്ന് കുറച്ചു വെക്കാൻ. എടാ മര്യാദക്ക് കുറച്ചു വെക്കടാ എന്നൊരു അമ്മച്ചി വന്ന് പറയുവാണ്. സോറി, ഇനി ആവർത്തിക്കില്ല എന്ന് പറഞ്ഞ് അവൻ അവരെ പറഞ്ഞു വിടുന്നു. പിന്നീട് അവന്റെ ജോലി സ്ഥലത്ത് വെച്ച് അവന്റെ മാനേജറും അവനെ വഴക്ക് പറയുന്നു. അതിനും അവൻ സോറി ചോദിക്കുന്നു. നീ എപ്പോ നോക്കിയാലും ഈ സോറി മാത്രമേ പറയുന്നുള്ളൂ എന്ന് അവരും പറയുന്നു. ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വഴിയിൽ നിന്നിരുന്ന കുറച്ച് പിള്ളേരെ അവനെ പിടിച്ച് മിരട്ടുന്നു. അവന് അവരോട് സോറി പറയുന്നു. എന്നാൽ അവിടെ നിന്നായിരുന്ന ഒരു കാർ ക്രാച്ച് ആക്കി അവരവിടെ നിന്ന് ഓടുന്നു. ഓണർ വരുന്നത് കണ്ട് നമ്മുടെ നായകനും അവിടെ നിന്ന് ഓടുന്നു. എന്റെ ഈ ജീവിതം എനിക്ക് തീരെ ഇഷ്ടമാവുന്നില്ല. എല്ലാവരോടും ഞാൻ സോറി ചോദിച്ചുകൊണ്ടേയിരിക്കുവാണ്. എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു ഗേൾ ഫ്രണ്ട് അതെന്റെ മിഡിൽ സ്കൂളിലായിരുന്നു. ഹീനട്ട, സുന്ദരിയായിരുന്നു അവൾ. പക്ഷേ അവളിപ്പോ മരിച്ചുപോയിരിക്കുന്നു. എന്റെ ഈ ലൈഫ് തന്നെ എനിക്ക് മടുത്തുപോയി എന്ന് പറഞ്ഞ് അവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആരോ പുറകിൽ നിന്ന് വന്ന് അവന് റെയിൽവേ ട്രാക്കിലോട്ട് എടുത്തിരുന്നു. പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ട്രെയിനും വരുന്നുണ്ട്. ആ ട്രെയിൻ ഇപ്പൊ അവനെ ഇടിക്കൂടാന്ന് പറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഇങ്ങനെയാണോ എന്റെ ജീവിതം അവസാനിക്കാൻ പോകുന്നത്? പെട്ടെന്ന് തന്നെ അവന് ഹീനട്ടയുടെ ഓർമ്മ വരുന്നു. മരിക്കുന്നതിന് മുമ്പ് നമ്മുടെ ലൈഫിൽ നടന്ന പല കാര്യങ്ങളും ഒരു ഫ്ലാഷ് ബാക്ക് ആയിട്ട് കാണുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതാണോ ഇത്? ഹീനട്ടയ്ക്ക് സ്കൂളിൽ ഒരുപാടധികം ഫാൻസ് ഉണ്ട്. അവളാണ് ഇപ്പോ നമ്മുടെ കഥാനായകനെ ലവ് ചെയ്യുന്നത്. അതെ, ഇത് ശരിയാണ്. മരിക്കുന്നതിന് മുമ്പ് നമ്മുടെ ലൈഫ് ഒന്നുകൂടി നമുക്ക് കാണാൻ പറ്റും എന്നവൻ ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഹേയ് ടാക്കമിച്ചി, നീ വരുന്നില്ലേ? നമ്മുടെ സ്റ്റേഷനെത്തി എന്ന് അവന്റെ ഫ്രണ്ട്സ് അവനോട് പറയുന്നു. പെട്ടെന്ന് തന്നെ അവൻ ആ ട്രെയിനിൽ നിന്നും ചാടി ഇറങ്ങുന്നു. ഇവരൊക്കെ എന്റെ പഴയ ഫ്രണ്ട്സ് അല്ലേ? ഇവരെ കണ്ടിട്ടൊക്കെ എത്ര നാളായി എന്ന് അവൻ ചിന്തിക്കുന്നു. അങ്ങനെ ടാക്കുമീച്ചി അവന്റെ ഫ്രണ്ട്സും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ടാക്കുമീച്ചി ഒരു കണ്ണാടി കാണുന്നത്. ആരടാ ഇവൻ? കാണാൻ ഒരു റൗഡിയെ പോലെ ഉണ്ടല്ലോ. പക്ഷേ ഇവനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഇത് ഞാനല്ലേ? ഇത് ഞാൻ മിഡിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്തുണ്ടായിരുന്ന ലുക്കാണല്ലോ എന്ന് പറഞ്ഞ് അവൻ ചിന്തിച്ച് അവന്റെ പോക്കറ്റിൽ കൈയിടുന്നു. അവന്റെ പോക്കറ്റിൽ നിന്നും ഒരു ഫോൺ കിട്ടുന്നു. ഇതുപോലെ പഴയ ഫോണൊക്കെ കണ്ടിട്ട് എത്ര നാളായി, എനിക്ക് ഒരുപാടധികം നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്നു എന്ന് പറഞ്ഞ് അവൻ ആ മൊബൈലിലെ ഡേറ്റ് നോക്കുന്ന സമയത്താണ് അവൻ ആ കാഴ്ച കാണുന്നത്. വർഷം 2005, ഏതോ ഒരു മാസം. 2005 എന്ന് പറയുമ്പോ 1, 2, 3 12 വർഷം പുറകിലോട്ട് വന്നു ഞാൻ. ലൈഫ് ഫ്ലാഷ് ആവുന്നത് ശരി തന്നെയാണ്, പക്ഷെ ഇത് വളരെയധികം റിയലിസ്റ്റിക് ആയിട്ടുണ്ടല്ലോ. ഈ ഫ്ലാഷ് ബാക്ക് ഇനി ഒരുപാട് നേരമുണ്ടോ എന്ന് അവൻ ചിന്തിക്കുന്നു. പെട്ടെന്ന് അവന്റെ ഒരു ഫ്രണ്ട്, നിന്റെ കസിൻ ഉണ്ടായതുകൊണ്ട് നമുക്ക് വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് പറയുന്നു. കസിനാ? ഏത് കസിൻ? ഒരുത്തൻ ഉണ്ടായിരുന്നു. നമ്മളാണോ അവരാണോ വലിയവരെന്ന് നമുക്ക് അവർക്ക് കാണിച്ചു കൊടുക്കണം എന്നവൻ പറയുന്നു. എന്ത്, ഫൈറ്റ് ചെയ്യാൻ പോവാണോ? അതൊക്കെ തെറ്റല്ലേ? ഹേയ് ടാക്കമിച്ചി, നിനക്ക് എന്താ പറ്റിയേ? നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. നിന്റെ കസിനാണോ നമ്മളാണോ എന്ന് ഇന്ന് നമുക്കൊന്ന് നോക്കണം. പിന്നെ നീ എപ്പോഴത്തെയും പോലെ നിന്റെ ഫിസ്റ്റ് യൂസ് ചെയ്തിട്ടല്ലേ ഫൈറ്റ് ചെയ്യുന്നത്? അങ്ങനെ തന്നെ ഫൈറ്റ് ചെയ്താൽ മതി. നമ്മൾ ആരാണെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കണം. ശരി, നമുക്ക് എല്ലാവർക്കും പോവല്ലേ എന്ന് പറഞ്ഞ് അവരങ്ങോട്ട് പോകുന്നു. എന്താ ഇവിടെ നടക്കുന്നേ? എന്താ സംഭവം? ഈ ഫ്ലാഷ് ബാക്ക് എന്താ ഇത്രയധികം ലെങ്ത്? എന്തെങ്കിലും ആവട്ടെ, ഞാൻ മരിച്ചില്ലേ, ഇനി ഇതൊക്കെ ചിന്തിച്ചിട്ട് എന്തിനാ? പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിനോട് നീ അവരെ കണ്ടോടാ എന്ന് പറഞ്ഞ് മിരട്ടിക്കൊണ്ടിരിക്കുകയാണ് അവന്റെ ഫ്രണ്ട്സ്. ഇതൊക്കെ കണ്ട് ഇവര് ശരിക്കും അടി ഉണ്ടാക്കാൻ പോവാണ്. ഞാൻ ശരിക്കും അടി ഉണ്ടാക്കിയിട്ട് 10 വർഷത്തിന് മുകളിലായല്ലോ. ആ പഴയ പവർ ഒന്നും ഇല്ല ഇപ്പോ. ഞാനിപ്പോ എന്ത് ചെയ്യുന്ന യുമേ എന്ന് പറഞ്ഞ് ചിന്തിച്ചിരിക്കുവാണ് അവൻ. ആ സെക്കൻഡ് ഇയർ ഗാങ്സ് എവിടെയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നേയില്ലല്ലോ. ഒരുപക്ഷെ നമ്മൾ അവരെ തിരയുന്നുണ്ടെന്ന് വിചാരിച്ച് അവർ ഒളിച്ചിരിക്കുമായിരിക്കും എന്ന് അവന്റെ ഫ്രണ്ട്സ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ടാക്കമിച്ചിക്ക് ലൈറ്റ് ആയിട്ട് എന്തൊക്കെയോ ഓർമ്മ വരുന്നു. അതെ, ഈ സീൻ ഇതെനിക്ക് ഓർമ്മയുണ്ട്. അവരെല്ലാം തന്നെ ഷിബുയ ഗ്യാങ്ങിൽ പെട്ടതുകൊണ്ട് തന്നെ വളരെയധികം മോഡേൺ ആയിട്ടിരിക്കും എന്ന് അവന്റെ ഫ്രണ്ട്സ് പറയുന്നത് ഇവൻ കേൾക്കുന്നു. അതെ, എനിക്ക് ഓർമ്മ വന്നു. അവരുടെ കൂടെ ഫൈറ്റ് ചെയ്ത് അന്ന് ഞങ്ങൾ തോറ്റുപോയി. ഞങ്ങൾ വിചാരിച്ച പോലെ അവർ സെക്കൻഡ് ഇയേഴ്സ് ആയിരുന്നില്ല, തേർഡ് ഇയേഴ്സ് ആയിരുന്നു. ഉടനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഷിബുയ ഗാങ്സ് അങ്ങോട്ട് വരുന്നു. ഇവരെല്ലാം തന്നെ തേർഡ് ഇയേഴ്സ് ആണ്. കണ്ട ബൈക്കർ ഗാങ്സിനെ പോലെ ഉണ്ടാവും. ഇവരൊക്കെ ശരിക്കും റൗഡി ഗാങ്സ് തന്നെയാണ്. ഹേയ്, നിങ്ങളൊക്കെ ഞങ്ങളെയാണോ കാത്തിരിക്കുന്നത് എന്ന് ഷിബുയ ഗാങ്ങിലെ ഒരുത്തൻ ചോദിക്കുന്നു.
നിങ്ങളൊക്കെ തേർഡ് ഇയേഴ്സ് ആണോ? ഫൈറ്റ് ചെയ്യാൻ സെക്കൻഡ് ഇയേഴ്സ് ആണ് വരുമെന്ന് നിങ്ങളുടെ ലീഡർ മാസുടെ പറഞ്ഞല്ലോ. എന്ത് മാസുടെ ലീഡറാ? ആരുടെ ഇവൻ ലീഡറാന്ന് പറഞ്ഞ്? നീയൊക്കെ ഒരു ലീഡറാണോ? പോയിട്ട് ജ്യൂസ് വാങ്ങിട്ട് വാ. എന്റെ കയ്യിൽ പൈസ ഇല്ലെന്ന് മാസുടെ പറയുന്നു. എന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഓരോ ഇടിയും 100 രൂപ വെച്ചുണ്ടാവും. എത്ര രൂപ നിനക്ക് വേണം? ഇത് കേൾക്കുന്ന അവൻ സോറി ബോസ്, ഞാൻ തന്നെ മേടിച്ചോളാം എന്ന് പറഞ്ഞു അങ്ങോട്ട് പോകുന്നു. ഇതിനുശേഷം എന്താ സംഭവിച്ചെന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞങ്ങൾ അവരുടെ കൂടെ ഫൈറ്റ് ചെയ്തിട്ട് തോറ്റുപോയി എന്ന് പറഞ്ഞ് ടാക്കമീച്ചിക്ക് പഴയതെല്ലാം തന്നെ ഓർമ്മ വരുന്നു. ടാക്കമീച്ചിയും അവന്റെ ഫ്രണ്ട്സിനെയും വാരിക്കോരി അടിക്കുവാണ് അവർ. സോറി സാർ, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ ഇനി കേട്ടോളാം. ഇന്നു മുതൽ നിങ്ങൾ ടോക്കിയോ മാങ്കി ഗാങ്സിന്റെ അടിമകളാണ് എന്ന് പറഞ്ഞ് അവരവിടെ നിന്നും പോകുന്നു. ആ അതെ, ഇപ്പോഴാണ് എനിക്ക് എല്ലാം തന്നെ ഓർമ്മ വന്നത്. ഈ ടോക്കിയോ മാങ്കി ഗാങ്സ് ഇതുവരെ കാരണമാണ് എല്ലാം സംഭവിച്ചത്. ഇതിനുശേഷം എല്ലാ ദിവസവും ഞങ്ങളെ ഒരു അടിമ പോലെയായിരുന്നു അവർ കണ്ടിട്ടുണ്ടായിരുന്നത്. അവര് പറയുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു. ഞങ്ങളുടെ ജീവിതം തന്നെ ഒരു നരക തുല്യമായി മാറി. അതിനുശേഷം എനിക്ക് ഇവിടെ നിൽക്കാൻ തീരെ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ടോക്കിയോയിൽ നിന്നും ഞാൻ വേറൊരു സ്ഥലത്തോട്ട് പോയി. അവിടെ ജോലി ചെയ്യുന്ന എല്ലാ സ്ഥലത്തും സോറി എന്നല്ലാതെ വേറെ ഒന്നും എന്നെ കൊണ്ട് പറയാൻ സാധിച്ചില്ല. ഞാൻ ഒന്നിനും ഒരു ഉപകാരം ഇല്ലാത്തത് കൊണ്ടാണോ എനിക്കിത് വീണ്ടും കാണിച്ചു തരുന്നത്? എന്റെ ദൈവമേ. ഹേ ടാക്കിമിച്ചി, തീർച്ചയായിട്ടും നിന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കും എന്ന് ഹീന പറഞ്ഞത് അവൻ ഓർമ്മ വരുന്നു. അതെ, ഹീന പറഞ്ഞത് ശരിയാണ്. ഇന്നേക്ക് 12 വർഷങ്ങൾക്ക് ശേഷം അവൾ മരിക്കാൻ പോവാണ്. അതിന് കാരണം ഈ ടോക്കിയോ മാഞ്ചി ഗാങ്സ് ആണ്. എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഞാനിവിടെ ഈ ഒരു സിറ്റുവേഷനിൽ നിസ്സഹായനാണ്. അതാണ് വിധി. അതെന്നെ കൊണ്ട് മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവൻ അവന്റെ ഫ്രണ്ട്സിന്റെ കൂടെ അവിടെ നിന്നും പോകുന്നു. എനിക്ക് അടികൊണ്ടത് ആരും പുറത്ത് പറയല്ലേട്ടോ എന്ന് പറഞ്ഞ് ഒരുത്തം പറയുന്ന സമയത്ത് ടാക്കമേച്ചി അവിടെ നിൽക്കുന്നു. ഹേയ്, എന്തു പറ്റിയെന്ന് അവർ ചോദിക്കുന്ന സമയത്ത് ഒരു ചെറിയ പ്രശ്നമുണ്ട്, ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും ഓടുന്നു. ഹീനായുടെ മുഖം എങ്ങനെയാണെന്ന് പോലും ഞാൻ മറന്നുപോയി എന്ന് പറഞ്ഞവൻ ഹീനയെ കാണാൻ വേണ്ടി അവളുടെ വീട്ടിലോട്ട് പോകുന്നു. ടാച്ചിബാനയുടെ വീട് എവിടെയാണെന്ന് കണ്ടുപിടിച്ച് അവൻ പോയി കോളിംഗ് ബെല്ലടിക്കുന്നു. ടാക്കമേച്ചി, നീയാണോ അത് എന്നകത്തു നിന്നും ശബ്ദം കേൾക്കുന്നു. നീ എന്താ ഈ സമയം ഇങ്ങോട്ട് വന്നിരിക്കുന്നേ? ഏയ്, വീണ്ടും നീ അടികൂടിയോ? നിന്നോട് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് അടികൂടരുതെന്ന്. ഹീന, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? നിന്നെ വീണ്ടും കാണാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്ന് പറഞ്ഞ് അവൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ എന്തിനാ കരയുന്നതെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും പോവാൻ നോക്കുന്നു. ഹേയ് ടാക്കമേച്ചി, എന്തിനാ നീ ഇങ്ങോട്ട് വന്നേ? അത് പറഞ്ഞിട്ട് പോ. ഡാ, നിന്നെ ഒരിക്കൽ കൂടി കാണണമെന്ന് തോന്നി, അത്രേ ഉള്ളൂ. ഹേയ് ഡാ, എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും അത് നിന്റെ ഗേൾ ഫ്രണ്ടിനോട് പറയണം. അതിനാണല്ലോ നിന്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. പറ, എന്തുപറ്റി? നീ ഓക്കെ അല്ലേ? ചെറുതായിട്ട് എന്തൊക്കെയോ അവർ സംസാരിച്ച് അവിടെ നിന്ന് വീണ്ടും അവൻ പുറപ്പെടുന്നു. അതെ, എന്നിട്ട് എപ്പോഴും ഇങ്ങനെയാണ്. ഞാൻ പോകുന്ന സമയത്ത് ചിരിച്ചോണ്ടാണ് എനിക്ക് ബായ് തരാറ്. അവളെ ഞാനിപ്പോ ഒരുപാടധികം മിസ് ചെയ്യുന്നുണ്ട്. മിഡിൽ സ്കൂളില് എനിക്കുണ്ടായിരുന്ന ഒരേ ഒരു ഗേൾ ഫ്രണ്ട് അവളാണ്. അതിനുശേഷം എന്റെ ജീവിതത്തില് ഡേയ്, ഞാൻ സെന്റിമെന്റലായിട്ട് ഇവിടെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ആരാണ് അവിടെ കടന്ന് ഒച്ചയുണ്ടാക്കുന്നേ? മിണ്ടാണ്ടിരിക്കടാ. നോക്കുന്ന സമയത്ത് റോട്ടിൽ കുറച്ചു പിള്ളേര് ഒരു കുട്ടിയെ ബുള്ളിങ് ചെയ്തോണ്ടിരിക്കുകയാണ്. എന്തിനാടാ നടു റോട്ടിൽ ഇരുന്ന് ഒച്ച വെച്ചോണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞ് ഇവൻ അവനെ പോയി അടിക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു ബോട്ടിലും തല്ലി പൊട്ടിച്ച്, ഡേയ്, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കണ്ട. അല്ലെങ്കിലോ മനുഷ്യൻ ഇവിടെ ചത്ത് കിടക്കുവാണ്. ഇവിടെ കൊടുങ്കാട്ടിൽ ആന പാറി പോയപ്പോഴാ അവന്റെ അമ്മൂമ്മന്റെ കോണം പറയുക. മണ്ടയടിച്ച് പൊട്ടിക്കണ്ടെങ്കിൽ മര്യാദക്ക് ഇവിടെ നിന്നും പൊക്കോ. അയ്യോ സോറി ബോസ്, ഞങ്ങൾ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല, എടാ ഓടിക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് അവരവിടെ നിന്നും പോകുന്നു. അങ്ങനെ ആ കുട്ടിയെ അവരുടെ കയ്യിൽ നിന്നും രക്ഷിച്ച് ടാക്കിമിച്ചി അവിടെ നിന്നും പോകുന്നു. അതെ, ഒരു കാര്യം പറയാണ്ടായിരുന്നോ? ഈ ബോട്ടിൽ ഇങ്ങനെ ഇവിടെ പൊട്ടിച്ചിട്ടാ ആരുടെയെങ്കിലും കാലിൽ കയറൂലേ എന്ന് ആ കുട്ടി ചോദിക്കുന്നു. അത് ശരിയാണ്, സോറി എന്ന് പറഞ്ഞ് അവൻ അത് വേസ്റ്റ് ബിന്നിലിടുന്നു. എന്നെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചതിന് ഒരുപാട് നന്ദിയുണ്ടെന്ന് അവൻ പറയുന്നു. ഇതുപോലത്തെ ആളുകൾ വന്ന് നിന്നെ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിന്നെ അവരടിക്കും. പക്ഷെ നീ പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് ഇവൻ പറയുന്ന സമയത്ത് അവൻ പെന്നും ബുക്കൊക്കെ എടുത്ത് ഇവൻ പറയുന്ന കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ എഴുതി വെക്കാൻ മാത്രം അത്ര വലിയ കാര്യമൊന്നുമില്ല ഞാൻ പറയുന്നത്. അവരൊക്കെ വലിയ ആളുകളാണ്. ഇപ്പോഴാണ് അവനൊരു കാര്യം ആലോചിക്കുന്നത്. ഞാൻ എന്റെ പ്രശ്നങ്ങളൊക്കെ കണ്ട് പേടിച്ചതുകൊണ്ടാണ് എല്ലാവരുടെ മുമ്പിൽ ഞാൻ സോറി പറയുന്ന ഒരാളായി മാറിയത്. നിന്റെ പേരെന്താ എന്നിവൻ ചോദിക്കുന്നു. എന്റെ പേര് നവോട്ടോ ടാച്ചിബാന. എന്ത് ടാച്ചിബാനയോ? അപ്പൊ ഹീനട്ട? ആ, ഹീനട്ട എന്റെ സിസ്റ്റർ ആണ് എന്ന് അവൻ പറയുന്നു. ഏയ് ഡാ കുട്ടാ, നിന്റെ ചേച്ചിയെ നിനക്ക് ഇഷ്ടമാണോ? അവളെ എനിക്ക് ഇഷ്ടമല്ല. അവൾ എപ്പോഴും എന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതൊക്കെ ഉണ്ടാവും, പക്ഷേ നീ വേണം അവളെ പ്രൊട്ടക്ട് ചെയ്യാൻ. സത്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നിന്റെ സിസ്റ്ററെ വളരെയധികം ഇഷ്ടമാണ്. അവൾ എന്റെ ലൈഫില് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്, ഞാൻ അവളെ എത്രത്തോളം മിസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഞാൻ പറയുന്നൊന്നും നിനക്ക് മനസ്സിലാവാൻ പോകുന്നില്ല. ഇനി ഞാൻ പറയുന്നതും കൂടി കേൾക്ക്. ഇതേ ഡേറ്റിൽ 2017 ഞാനൊരു ട്രെയിൻ കാത്തു നിൽക്കുമായിരുന്നു. പെട്ടെന്ന് ആ ട്രാക്കിലോട്ട് ഞാൻ വീണു. ആ ട്രെയിൻ എന്നെ ഇടിക്കാൻ വന്നു. പക്ഷേ ഞാൻ പിന്നീട് ഇവിടെയാണ് നിൽക്കുന്നത്. ഇതിന് നീ എന്ത് പറയും? ടൈം ട്രാവൽ ആണോ? അങ്ങനെയും പറയാം. പക്ഷേ
ഇതൊരു സ്വപ്നമായിരിക്കാനും സാധ്യതയുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു പ്രാവശ്യം കൂടി ഹീനറ്റയെ കാണാൻ വേണ്ടി ദൈവം എനിക്കൊരു ചാൻസ് തന്നതാണെന്ന്. ഞാൻ നിന്നോടൊരു കാര്യം പറയാം, നീ ശ്രദ്ധിച്ചു കേൾക്കണം. ഇതുകൊണ്ട് ഭാവിയിൽ എന്ത് പ്രശ്നമാണോ ഉണ്ടാവാൻ പോകുന്നതെന്ന് എനിക്ക് അറിയില്ല. 12 വർഷങ്ങൾക്ക് ശേഷം ജൂലൈ 1-ാം തീയതി നീയും നിന്റെ ചേച്ചിയും മരിച്ചു പോവും. ആ ഡേറ്റ് നീ ഓർത്തു വെച്ചോ നൗട്ടോ. നീ വേണം നിന്റെ സിസ്റ്ററെ രക്ഷിക്കാൻ. ഇതൊക്കെ ഒരു പക്ഷേ ശരിക്കും നടക്കുന്നതാണെങ്കിൽ ഞാൻ എന്റെ ഫ്യൂച്ചറെ മാറ്റണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഹീനട്ടയെ ഞാൻ ഒരുപാടധികം മിസ് ചെയ്യുന്നുണ്ട് എന്ന് അവൻ മനസ്സിൽ ചിന്തിച്ച്, നിന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് നൗട്ടോ എന്ന് പറഞ്ഞ് അവന് ഹാൻഡ് ഷേക്ക് കൊടുക്കുന്നു. പിന്നീട് കണ്ണു തുറക്കുന്ന ടാക്കമിച്ചി കാണുന്നത് ഒരു ഹോസ്പിറ്റലാണ്. വർഷം 2017 ജൂലൈ 4-ാം തീയതി. എനിക്കെന്ത് പറ്റി? അല്ല, എനിക്കൊന്നും പറ്റിയില്ല. എന്റെ ശരീരത്തിൽ ഒരു സ്ക്രാച്ച് പോലുമില്ല. ഞാനെങ്ങനെയാ ഇവിടെ എത്തിയേ എന്ന് പറഞ്ഞ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ഡോക്ടർ നിങ്ങളെ ഇവരാണ് ട്രെയിനിന്റെ മുമ്പിൽ നിന്ന് രക്ഷിച്ചതെന്ന് പറയുന്നു. നോക്കുന്ന സമയത്ത് ഒരു പോലീസുകാരനാണത്. ടാക്കമിച്ചി, ഒരുപാട് കാലത്തിന് ശേഷമാണ് നമ്മൾ കാണുന്നത്. എന്റെ പേര് നൗട്ടോ ടാച്ചിബാന. ഇത് കേൾക്കുന്ന ടാക്കമിച്ചി ഒന്ന് ഞെട്ടുന്നു. എന്റെ ലൈഫ് മാറാൻ കാരണമേ നീയാണ്. നീ പറയുന്നത് പോലെ ഒരുപാടധികം കഷ്ടപ്പെട്ട് ഞാനിപ്പോ ഒരു പോലീസ് ജോലി വാങ്ങിയിരിക്കുവാണ്. നീ ടൈം ട്രാവൽ ചെയ്ത് ഫ്യൂച്ചറിനെ മാറ്റിയിരിക്കുന്നു. അന്ന് നീ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വളരെ ഹാർഡ് വർക്ക് ചെയ്ത് വളരെ നന്നായി പഠിച്ച് ഒരു പോലീസുകാരനായി മാറിയത്. നീ ജീവനോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിന്റെ സിസ്റ്ററോ ഹീനട്ട, അവൾക്ക് എന്തു പറ്റി? എന്നോട് ക്ഷമിക്ക് ടാക്കമിച്ചി. ഞാൻ എത്രത്തോളം ശ്രമിച്ചിട്ടും എന്നെ കൊണ്ട് അവളെ രക്ഷിക്കാൻ പറ്റിയില്ല. എന്ന ടാക്കമിച്ചി, നിന്നെ കൊണ്ട് അതിന് പറ്റും. ഞാനോ? ഞാൻ എന്ത് ചെയ്യാൻ? ഇവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു.